എൻ്റെ അടുത്ത് എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട്, നിന്നെ കൊണ്ട് എല്ലാം സാധിക്കും, നിന്നെ കൊണ്ട് പറ്റുവടാ, നീ ചെയ്യടാ എന്നുള്ളത്. അപ്പം എനിക്ക് വല്ലാത്തൊരു എനർജി ആട്ടോ എൻ്റെ ലൈഫിൽ. അപ്പം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പവർ ഓഫ് വേർഡ് ആട്ടോ. പവർ ഓഫ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേർഡിന്റെ പവർ എന്താന്നുള്ളത്, അത് നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ അത് നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. ഞാനിപ്പോ പറയാൻ പോകുന്ന രണ്ട് തരമാണ്. നമുക്ക് പവർ ഓഫ് വേർഡ്സ് നമുക്ക് ഫീൽ ചെയ്യാൻ രണ്ട് തരത്തിലാണ്. ഒന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് നമ്മളൊരു കാര്യത്തിന് അത്രയും ഡൗൺ ആയി, നമ്മൾ എന്ത് പ്രയത്നിച്ചിട്ടും എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും നമുക്ക് എന്നും സക്സസ് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് എത്താൻ പറ്റുന്നില്ല. അത് ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ ഉണ്ട് മാനസികമായിട്ട്. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സോ ആരെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ട് പറയും, മോളെ നിന്നെ കൊണ്ട് പറ്റും, നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, യു ട്രൈ എന്ന് പറയും. അപ്പൊ കിട്ടുന്ന ഒരു എനർജി ഉണ്ടാവും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ആവോ നമ്മളിത് പുതുതായിട്ട് തുടങ്ങാണ്. ഇത്രയും കാലം നമ്മൾ ചെയ്തിട്ട് നമ്മൾ തോറ്റുപോയി എടുത്തുന്നല്ല പിന്നെ നമ്മൾ തുടങ്ങുക, ഞാൻ ഇപ്പൊ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. കാരണം വെച്ചാൽ അങ്ങനത്തെ ഒരു എനർജി നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ആ ഒരു വേർഡ്സ് നിന്ന്. അതേപോലെ തന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത്രയും ഹാർഡ് വർക്ക് എടുത്ത് ചെയ്യായിരിക്കും, പക്ഷെ നമ്മൾ ചെയ്യുന്നതൊന്നും അത്ര വർക്ക് ആണെന്നുണ്ടാവില്ല, അതിനൊന്നും അത്ര വാല്യൂ പുറമേ നിന്ന് കാണാൻ കിട്ടി തുടങ്ങിയിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുമ്പോഴായിരിക്കും, കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോഴായിരിക്കും ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റുക. അപ്പോൾ ചില ആൾക്കാർ നമ്മുടെ അടുത്ത് നോക്കിയിട്ട് പറയും, അയ്യോ ഇതൊന്നും നിന്നെ കൊണ്ടൊന്നും പറ്റൂല കേട്ടോ, വെറുതെ നിന്നെ ടൈം വേസ്റ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെ പറയും. ആ കിട്ടുന്ന വേർഡ്സിന്റെ ആഴവും അത്രയും കൂടുതലായിരിക്കും അല്ലേ. കാരണം നമ്മൾ നമ്മളെ തന്നെ നെഗറ്റീവ് എന്ന് പറയുന്ന സംഭവത്തിലേക്ക് പോവാതെ പോസിറ്റീവായിട്ട് തോട്ട് ചെയ്ത് നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അതിനെ നമ്മൾക്കൊരു പറ്റും എന്ന് ചിന്തിച്ച് നമ്മൾ കൊണ്ടുവരായിരിക്കും. നമുക്ക് തന്നെ നമ്മുടെ ഈ ബാക്കിലുള്ള ഫെയിലിയറിനെ നമ്മൾ കാണാതെ നമ്മൾ തന്നെ നമ്മൾ മൈൻഡിനെ അത്രയും പോസിറ്റീവ് ആക്കി കൊണ്ടുവരുന്ന സമയത്തായിരിക്കും ചില വ്യക്തികൾ ഇതുപോലെ പറയാം, നമ്മൾ തകർന്നു പോവല്ലേ, നമുക്ക് ഒരിക്കലും പിന്നെ അത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഒരുപാട് പാടുപെടും. അപ്പം ഈ രണ്ട് വേർഡ്സിന് ഇങ്ങനെ ഒരു പവർ ഉണ്ട്, രണ്ട് തരത്തിലാണുള്ളത്. നമ്മുടെ അടുത്തൊരു പോസിറ്റീവ് ആയിട്ട് ഒരാൾ പറയുമ്പോൾ അത് നമ്മൾ ഒരുപാട് നമ്മുടെ നേട്ടങ്ങളിലേക്ക് എത്തിക്കും. അതേപോലെ നെഗറ്റീവായിട്ട് പറയുമ്പോൾ നമ്മൾ വളരെയധികം ഇടിഞ്ഞ് താഴേക്ക് വീഴുകയും ചെയ്യും.